BJP സംബന്ധിച്ച് രാമക്ഷേത്രത്തേക്കാൾ നീറ്റ് പരീക്ഷാ ചോർച്ചയേക്കാൾ അവർക്ക് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ UP തെരഞ്ഞെടുപ്പിലായാലും അടുത്ത തെരഞ്ഞെടുപ്പിലായാലും ഏറ്റവും കൂടുതൽ ജനരോഷം നേരിടാൻ പോകുന്നത് ഈ പറയുന്ന E20-യിലാണ്. പക്ഷെ അത് എന്തുകൊണ്ട് അത് പൊളിറ്റിക്കലി മൊബിലൈസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ള ഒരു അത്ഭുതം എനിക്കുണ്ട്. ആളുകൾ പ്രതികരിക്കുന്നുണ്ട്. ആളുകൾ എങ്ങനെ പ്രതികരിക്കുന്നു? റീലുണ്ടാക്കി പ്രതികരിക്കുന്നു, മോദിയെയും ഗഡ്കരിയെയും ചീത്ത വിളിച്ചുകൊണ്ട് പ്രതികരിക്കുന്നു. റീലുകളിൽ നമ്മൾ കാണുന്ന ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന റീലുകളല്ലാത്ത റിയൽ റീലുകളുണ്ടല്ലോ, അത് ശരിക്കും ആളുകൾ വന്ന് രോഷാവുലായിട്ട് പ്രതികരിക്കുന്ന ആളുകളെ നോക്കിയാൽ മതി. എല്ലാം കയ്യിൽ ചരട് കെട്ടിയ കുറിയൊട്ടിയ ആളുകളാണ്. അതായത് BJPക്ക് വോട്ട് ചെയ്യുന്ന ആളെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവുന്ന ആളുകളാണ് വന്നിട്ട് ഗഡ്കരിയും മോദിയും തെറി വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ട്രാക്ഷൻ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് രാജ്യത്തെ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസിന് എത്രമാത്രം മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതിൽ പ്രതികരിച്ച നേതാക്കളൊക്കെ ഉണ്ട് കേട്ടോ കോൺഗ്രസ്. ഇപ്പോൾ ജയറാം രമേശ്, പവൻ ഖേഡ, ഇവരൊക്കെ, പ്രിയങ്ക് ഖാർഗെ, ഇവരൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ രാഹുൽജി മിണ്ടുന്നില്ല. രാഹുൽ ഗാന്ധി ഈ വിഷയം ഏറ്റെടുക്കുന്നില്ല. പ്രിയങ്ക ഗാന്ധി മിണ്ടുന്നില്ല. അതൊരു ദുരൂഹമാണ്. അപ്പോൾ നിതിൻ ഗഡ്കരിയുടെ വീട്ടിലേക്ക് അവിടുത്തെ മഹാരാഷ്ട്ര യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയിരുന്നു ഈ വിഷയത്തിൽ. പക്ഷെ മഹാരാഷ്ട്രയിൽ നിന്നൊരു പ്രൊട്ടസ്റ്റ് ഉയർന്നു വരുന്നില്ല, UPയിൽ നിന്ന് വരുന്നില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയമായ സമാജ്വാദി പാർട്ടി അതേക്കുറിച്ച് കാര്യമായിട്ട് മിണ്ടുന്നില്ല. ഇത് വളരെ ദുരൂഹമാണ്. പക്ഷേ UPയിലും ബീഹാറിലും മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലുമെല്ലാം ഗ്രാമങ്ങളിൽ ഇതിനെതിരായിട്ടുള്ള രോഷം പുകയുകയാണ്. കാരണം ബൈക്കിൽ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ മൈലേജ് കിട്ടുന്നില്ല, ബൈക്ക് അടക്കി വെച്ച് നിന്ന്. ബൈക്കിനാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക കാറിനേക്കാൾ. കാരണം അതിൻ്റെ എന്താ പറയുക, ഇഞ്ചക്ഷൻ പ്രശ്നം വരുന്നത്, ഇടയ്ക്ക് മിസ്സിങ് വരുന്നത്, വണ്ടി നിന്നു എന്നൊക്കെ ഇരുചക്ര വാഹനങ്ങൾക്കാണ്. ഇത് സാധാരണ ജനങ്ങളെ ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു വിഷയമായി മാറിയിട്ടും അത് പൊളിറ്റിക്കലി മൊബിലൈസ് ചെയ്യാൻ കഴിയുന്നില്ല. അതിനിപ്പോൾ ശ്രമിക്കുന്ന അരവിന്ദ് കെജ്രിവാളാണ്. ഇന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് നടത്തി അദ്ദേഹം കഴിഞ്ഞ ഞായറാഴ്ച മറ്റോ ഒരു യോഗം വിളിക്കുകയും ഓൺലൈൻ മീറ്റിംഗ് വിളിച്ചു E20 പ്രതീക്ഷിക്കാൻ. പിന്നീട് ഓൺലൈനിൽ പരാതികൾ സ്വീകരിക്കുകയും ആ പരാതികൾ ചുമന്നുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വസതിയിലേക്ക് മാർച്ച് നടത്തിയത്. അപ്പോൾ അദ്ദേഹം അരവിന്ദ് കെജ്രിവാൾ അതിന് ശ്രമിക്കുന്നത്. അരവിന്ദ് കെജ്രിവാൾ ശ്രമിക്കാൻ കാരണം തന്നെ ഇതാണ് BJPയുടെ വാട്ടർലൂ എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നതുകൊണ്ടാണ്. പക്ഷെ അത് കോൺഗ്രസിന് എത്രമാത്രം മനസ്സിലായിട്ടുണ്ട്, എത്രമാത്രം ടേക്ക് അപ്പ് ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമാണ്. അത് ദുരൂഹവുമാണ്. എന്തുകൊണ്ടാണ് മൗനം? കാരണം എനിക്ക് തോന്നുന്നത് അവരുടെ ഒരു BJPയുടെ ഒരു വാട്ടർ ഷെഡിങ് മൊമെൻ്റാണ് E20 എന്ന് അരവിന്ദ് കെജ്രിവാളിന് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ ഈ സോഷ്യൽ മീഡിയ പലതും നമുക്കൊക്കെ മനസ്സിലാവും. BJPയെ സംബന്ധിച്ച് രാമക്ഷേത്രത്തേക്കാൾ നീറ്റ് പരീക്ഷാ ചോർച്ചയേക്കാൾ അവർക്ക് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ UP തെരഞ്ഞെടുപ്പിലായാലും അടുത്ത തെരഞ്ഞെടുപ്പിലായാലും ഏറ്റവും കൂടുതൽ ജനരോഷം നേരിടാൻ പോകുന്നത് ഈ പറയുന്ന E20-യിലാണ്. പക്ഷെ അത് എന്തുകൊണ്ട് അത് പൊളിറ്റിക്കലി മൊബിലൈസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ള ഒരു അത്ഭുതം എനിക്കുണ്ട്.